കുംബ്ലങ്ങിയിലെ കായിക പ്രേമികൾക്കായി ഫുട്ബോൾ മാമാങ്കം ഒരുങ്ങുന്നു. ഫെബ്രുവരി 7 മുതൽ 9 വരെ സെന്റ് ആൻസ് ഫുട്ബോൾ നാച്ചുറൽ ടർഫിൽ വെച്ചാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായി നടത്തിയ വിളംബര യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം കുംബ്ലങ്ങി സെന്റ് ആൻസ് ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ സിസ്റ്റർ അന്ന ജാസ്മിൻ നിർവഹിച്ചു. കുമ്പളങ്ങിയിലെ 29 യുവാക്കളുടെ കായിക സംഘടനാ കൂട്ടായ്മയായ കുമ്പളങ്ങി കായിക പ്രേമികൾ നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 7, 8, 9 തീയതികളിലാണ് നടക്കുന്നത്. കുമ്പളങ്ങിയിൽ ഏതാണ്ട് 29ഓളം വരുന്ന ഒരു യുവജനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ കുമ്പളങ്ങി കായിക പ്രേമികൾ എന്ന ഈ സംഘടന. കുമ്പളങ്ങി സ്വന്തമായിട്ട് ഒരു കളിസ്ഥലമില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിഷേധവും കൂടിയാണ് ഈ അധികാരികളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ടൂർണമെന്റ്. കാരണം ഒരുപാട് കഴിവുകളുള്ള, ഇത് ഫുട്ബോളിൽ മാത്രമല്ല മറ്റ് പല മേഖലയിലും കഴിവുള്ള ഒരുപാട് പ്രതിഭകളുള്ള ഒരു ഗ്രാമമാണിത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു മത്സരം എന്ന രീതിയിൽ കുമ്പളയ്ക്ക് സ്വന്തമായിട്ട് ഒരു കളിസ്ഥലം, അത് ഒരു എളിയ ആവശ്യം അധികാരികളുടെ മുമ്പിൽ എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒന്നാമത് കുമ്പളങ്ങിക്കാരൻ കപ്പിനു വേണ്ടിയും ഷിബു ES എടപ്പറമ്പിൽ സ്ഥിരം കപ്പിനും 15,000 രൂപ ക്യാഷ് അവാർഡും റണ്ണറപ്പ് റെക്സൺ ജോസഫ് എവറോളിംഗ് ട്രോഫി, ജോബി ജോസഫ് ട്രോഫിയും 10,000 രൂപ ക്യാഷ് അവാർഡിനും വേണ്ടി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന് കുമ്പളങ്ങി സെന്റ് ആൻസ് ഫുട്ബോൾ നാച്ചുറൽ ടർഫ് വേദിയാകും. ഇതിനു മുന്നോടിയായി കുമ്പളങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ട്രോഫിയും വഹിച്ചുകൊണ്ടുള്ള വിളംബര യാത്ര മദർ സുപ്പീരിയർ സിസ്റ്റർ അന്ന ജാസ്മിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് വാദ്യമേളങ്ങളുടെയും സൈക്കിളുകളുടെയും ബൈക്കുകളുടെയും അകമ്പടിയോടെ വിളംബര ജാഥ കുമ്പളങ്ങി വടക്കേയറ്റത്തുള്ള പാർക്കിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ലഹരിക്കെതിരെ എന്ന വിഷയത്തെപ്പറ്റി കുമ്പളങ്ങി സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ സിൽവസ്റ്റർ സന്ദേശം നൽകി. ഒന്നാമത് സിക്സസിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. അതിന്റെ പേരിലായിട്ട് നമ്മൾ എഴുതുന്നത് ഹായ് ഫ്രണ്ട്സ്, സേ നോ ടു ഡ്രഗ്സ്. നമ്മളുടെ കൂട്ടുകാർ അതായത് പറയുന്നത് നമ്മൾ ഡ്രഗ്സിൽ നിന്നുള്ള നോ പറയുക. നമ്മളുടെ ഇനി ലഹരി എന്ന് പറയുന്നത് കളിക്കളത്തിലേക്ക് കടത്തിവിടുക എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം അതിനുള്ള ഉദ്യമം കൂടിയാണ് ഇവര് ഈ കായിക പ്രേമികൾ ഒരുമിച്ച് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോൺ ആണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.